വാഹനങ്ങളിലെ അനധികൃത രൂപമാറ്റങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ്. നിയമലംഘനം കണ്ടെത്തിയാൽ പിഴ ഈടാക്കുന്നതിനൊപ്പം മാറ്റങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്ത് വാഹനം ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാക്കണം. ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് റീലുകളും വീഡിയോകളും നിർമ്മിക്കുന്നവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യും. വാഹനത്തിലെ ഓരോ അനധികൃത മോഡിഫിക്കേഷനും പ്രത്യേകം പിഴ ഈടാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. രൂപമാറ്റങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്ത് വാഹനം നേരിട്ട് ഹാജരാക്കി ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തണം. റീലുകൾക്കായും സോഷ്യൽ മീഡിയ വീഡിയോകൾക്കായും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ചാലും കർശന നിയമ നടപടി ഉണ്ടാകും. കഴിഞ്ഞ 3 മാസത്തെ പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിട്ടിട്ടുണ്ട്. പരിശോധിച്ച വാഹനങ്ങൾ, ഈടാക്കിയ പിഴ എന്നിവയുടെ വിവരങ്ങൾ സെപ്റ്റംബർ 3 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി നൽകാനാണ് നിർദ്ദേശം. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ RTOമാർക്കും എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾക്കും കർശന നിർദ്ദേശം നൽകിയത്. വാഹന മോഡിഫിക്കേഷനുകൾക്കെതിരെ അതീവ ഗുരുതര നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി നടത്തിയത്. അതിതീവ്ര LED ലൈറ്റുകൾ, കളർ ലൈറ്റുകൾ, വീതിയേറിയ ടയറുകൾ എന്നിവ കാൽനട യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും ഒരുപോലെ അപകട ഭീഷണിയാണ്. ശബ്ദവും തീയും ഉണ്ടാക്കുന്ന എക്സോസ്റ്റുകൾ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് പൂർണ്ണമായും വിരുദ്ധമാണ്. ഒന്നിലേറെ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ വീതം പിഴ ചുമത്താനാണ് ഹൈക്കോടതി നിർദ്ദേശം.